ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPIM നേതാവ് M. സ്വരാജ് നടത്തിയ പ്രസംഗത്തിൽ റിപ്പോർട്ട് തേടി കോടതി. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയത്. 2018 പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമായിരുന്നു പരാതി. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷേ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത്. മനസ്സിലായി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പരാമർശത്തിൽ CPM നേതാവായ M. സ്വരാജിനെതിരെയാണ് ഇപ്പോൾ കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ഒരു വിശദീകരണം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പേപ്പർ നൽകിയിരിക്കുന്നത്. 2018 ഒരു പ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിവാദ പരാമർശം സ്വരാജ് ഉന്നയിച്ചത്. തുടർന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരാതി നൽകി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാകാതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നും മാളികപ്പുറത്തിൻ്റെ കണ്ണുനീരിലാണ് അവിടെ പ്രളയം ഉണ്ടായതെന്നും അടക്കമുള്ള വിവാദ പരാമർശങ്ങളാണ് അന്ന് ആ പ്രസംഗത്തിനിടയിൽ സ്വരാജ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ പരാതി തുടർന്നാണ് കോടതിയിൽ ഇപ്പോൾ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയിൽ CPM ബന്ധമുള്ള 2 CIമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുമുണ്ടെന്നും SITയെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർക്ക് മറുപടിയുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബസ്സുകൾ കോർപ്പറേഷൻ്റെതല്ലെന്നും 60% വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നും മന്ത്രി പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് KSRTC ആണെന്നും മന്ത്രി പ്രതികരിച്ചു. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50%-ലധികം തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTC ഇവർക്ക് യാതൊരു കാര്യവുമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്.